ശരി, താങ്ക് യു ഡോക്ടർ. ശരി. ഐസിയുവിന് മുന്നിൽ നിൽക്കാതെ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഡോക്ടറമ്മ വിനയേട്ടനെ കയറി കണ്ടോ? കണ്ടു. ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയും ചെയ്തു. എനിക്ക് മനസ്സിലായത് അവർ വിനയചന്ദ്രന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നതെന്നാ. പേടിക്കണ്ട, ആള് സുഖപ്പെടും. താങ്ക് യു ഡോക്ടറമ്മ. ഈ ഉപചാരമൊന്നും എന്നോട് വേണ്ട. നിനക്കൊരു തെറ്റുപറ്റിയെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വിട്ടുകളയൊന്നുമില്ല. നീ പറഞ്ഞ പോലെ എന്റെ റബേക്കയുടെ സ്ഥാനം നിനക്ക് എന്നും എന്റെ മനസ്സില്. മക്കൾക്കൊരബദ്ധം പറ്റിയാ മനസ്സിന്ന് പറിച്ചറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. നോക്ക്, കരയാനുള്ള കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട. അത് നമ്മളെ തേടി തനിയെ വന്നോളും. പക്ഷേ നമ്മുടെ കണ്ണീര് തുടച്ച് ആശ്വസിപ്പിക്കാൻ പിന്നാലെ ആരും വന്നുകൊള്ളണമെന്നില്ല. അത് വേണം ഓർമ്മിക്കാൻ. തൽക്കാലം ആ കാര്യം ഓർത്ത് നീ കരയണ്ട. കണ്ണു തുറയ്ക്ക്. നിയമപ്രകാരം മഹേശ്വരിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, സറോഗസിക്ക് വേണ്ടി നിർബന്ധിച്ചാൽ മഹേശ്വരിക്ക് ജയിലിനകത്ത് പോവേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് മഹേശ്വരിയുടെ ആഗ്രഹത്തിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നിനക്ക് എന്നെ വിശ്വസിക്കാം. ഡോക്ടറമ്മ ഉള്ളതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരു പേടിയില്ല, വിശ്വാസം മാത്രമേ ഉള്ളൂ. ഏയ്, മഹേശ്വരിയുമായി മത്സരിക്കാൻ ഞാൻ മാത്രം മതിയാവില്ല. അവളുടെ സ്വഭാവം വെച്ച് നീ വേറെ ആരെങ്കിലും കൂടി സഹായത്തിന് കണ്ടുവയ്ക്കുന്നത് നല്ലതാ. എന്റെ കൂടെ നിൽക്കാൻ എനിക്കിപ്പോ ഡോക്ടറമ്മ മാത്രമേ ഉള്ളൂ. വിഷയം ഇതായതുകൊണ്ട് സ്വന്തം പെറ്റമ്മയോട് പോലും ഇതൊന്നും പറയാൻ പറ്റില്ല. നാളെ എന്തായാലും അറിയാം. മഹേശ്വരിയെ എന്തായാലും നമുക്കൊന്ന് ചെന്ന് കാണാം. എന്നോട് കാണിച്ച ഈ ചതിക്കുള്ള മറുപടി അവൾക്ക് കൊടുത്തല്ലേ പറ്റൂ. നാളെ വിനയന്റെ അടുത്ത് വേറെ ആരെങ്കിലും നിർത്തി ഞാൻ വിളിക്കുമ്പോ നീയും എന്റെ കൂടെ വന്നോളൂ. പെട്ടെന്ന് തന്നെ മഹേശ്വരിയോട് നമ്മൾ നമ്മുടെ നയം വ്യക്തമാക്കിയില്ലെങ്കിൽ അപകടമാണ്. നമുക്ക് നോക്കാം എന്താ അവള് ചെയ്യാൻ പോകുന്നതെന്ന്. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.